നോമ്പ് കാലം സ്റ്റാർട്ട് ചെയ്തതോടെ എൻ്റെ പുതിയൊരു ശീലമാണ് രാവിലെ എണീക്കുക ബൈബിൾ വായിക്കുക കേട്ടോ. അപ്പോൾ ബൈബിൾ വായിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കും. രാവിലെ ഞാനൊരു വെള്ളം കുടിക്കട്ടെ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷമാണ് ചായ കുടിക്കാറ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ മോനെ വിളിക്കാൻ പറഞ്ഞു, അവന് സ്കൂളിൽ പോകണം. അപ്പോൾ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിളിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ സ്കൂളിൽ പോകണമല്ലോ, അങ്ങനെ ഞാൻ വിളിക്കാൻ വേണ്ടി വന്നാൽ വേർത്തിട്ടൊക്കെ എണീക്കുന്നത്. കാരണം ഞാൻ എണീറ്റപ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് തണുക്കുന്നുണ്ടാവും വിചാരിച്ച് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് സ്കൂളിൽ പോകാനൊക്കെ കുറച്ച് മടിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പോവും. ഞാൻ പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടതെയാണ് ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത് കുറച്ച് പിക്സ് ആട്ടോ. അപ്പോൾ പുതിയ ക്യാപ്പൊക്കെയാണ് അവൻ്റെ. അതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ വന്ന ശേഷം ഞാൻ ഇതുപോലെ ഫുഡ് കഴിക്കുന്നതിന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് ഇത്. ദോശക്കല്ലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ദോശക്കല്ലിൽ. അപ്പോൾ അങ്ങനെ അപ്പം ഉണ്ടാക്കി. അതിനുശേഷം കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുളകിൻ്റെ കസൂരി മേത്തിൻ്റെ ഒക്കെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ.